പണ്ട് ചെയ്ത് നമ്മുടെ സ്വപ്നക്കൂട് പഴയ ചിത്രങ്ങളൊക്കെ നോക്കിയാൽ പോരെ. കുറേ നാളിന് ശേഷം പുള്ളി നന്നായിട്ട് പെർഫോം. അടിപൊളി മൂവിയായിരുന്നു പൃഥ്വിരാജ് സെറ്റ്. എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം. OTT വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തു. ഏറ്റവും നല്ല മെച്ചമുള്ള പടം. അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഫുൾ ചിരിയായിരുന്നു. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നല്ല കോമഡി, ഫുൾ ചിരിച്ചോണ്ടിരുന്നു. ഗുഡായിരുന്നു. നന്നായിരുന്നു, അടിപൊളി കേട്ടാ, പറയാനൊന്നും ഒന്നുമില്ല. നല്ല ഫിലിം. പൃഥ്വിരാജ് ഭയങ്കര അഭിനയം. ശരി, രാജുവേട്ടൻ്റെ നല്ലൊരു പെർഫോമൻസ്. ബേസിൽ നോർമലി, പിന്നെ വിപിൻ ദാസ് പുള്ളിയുടെ രണ്ടാമത്തെ മൂവിയാണ്. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബെറ്റർ ദാൻ ക്യാരക്ടർ വൈസ് എല്ലാവരും, ജഗദീഷേട്ടനാണെങ്കിലും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മൂവി. തിയേറ്റർ കോമഡി വഴങ്ങില്ലെന്നുള്ളൂ. അതൊന്നും അല്ല. പുള്ളി എത്ര നാളും കൊണ്ട് ഇത് ചെയ്യുന്ന ആൾ. ഒരാൾ പുള്ളിയെ പണ്ട് ചെയ്ത് നമ്മുടെ സ്വപ്നക്കൂട് പഴയ ചിത്രങ്ങളൊക്കെ നോക്കിയാൽ പോരെ. കുറേ നാളിന് ശേഷം പുള്ളി നന്നായിട്ട് പെർഫോം ചെയ്തു. ബേസിൽ കട്ടയ്ക്ക് നിന്നു. ഹീറോയിൻ നിഖിലയാണെങ്കിലും അനശ്വരയാണെങ്കിലും എല്ലാവരും നന്നായിട്ട് ചെയ്തു. നല്ല മൂവി. കുറേ നാളിന് ശേഷം നല്ലൊരു ഫാമിലിക്ക്, ഫുള്ളി ഈ വെക്കേഷൻ ഫാമിലിക്ക് ധൈര്യമായി വന്ന് കയറാവുന്ന ഒരു ഫിലിം. അടിപൊളി മൂവിയായിരുന്നു പൃഥ്വിരാജ് സെറ്റ്. ബേസിൽ അടിപൊളിയായിരുന്നു. എല്ലാവരും കാണണം. കിടില മൂവിയായിരുന്നു. അത്യാവശ്യം ഫുൾ ടൈം തന്നെ സിനിമ. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഫുൾ കോമഡിയാണ്. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. പൃഥ്വിരാജ് കൊള്ളാം. നല്ല രീതിയിൽ നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. ഇല്ല, അങ്ങനെ ഫീൽ ചെയ്യില്ല നമുക്ക്. അത്യാവശ്യം എൻജോയബിൾ ആണ്. കാലത്തിന് ശേഷം നല്ലൊരു ഫാമിലി പടം കണ്ടപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. നൈസ്, എന്നാൽ ഒരു കോംബോ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഒരു നല്ലൊരു ക്രോസ് ഓവർ ഒക്കെ ഉണ്ട്. എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം. OTT വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തു. നൈസ് പടമാണ്. ഫാമിലിയൊക്കെ ആയിട്ട് ചില്ല് ചെയ്യാൻ പറ്റും. നൈസ് പടമാണ്, നല്ല പടമാണ്. ലാസ്റ്റ് ആ ഒരു ഫീലൊക്കെ ഉണ്ട്. പഴയ പടം എടുത്തിട്ട് നൈസായിരുന്നു. നല്ല പടമാണ്. നല്ല പടമാണ്. നല്ല പടമാണ്. കുറേ നാളെ ഇങ്ങനെ ഒരു മൂവി കണ്ടിട്ട് കൊള്ളായിരുന്നു. രണ്ടുപേരും ഒരുപോലെ അടിപൊളിയായിരുന്നു.